ഏത് നിമിഷവും പൊട്ടിത്തെറിക്കാൻ പോരുന്ന ഒരു അഗ്നിപർവ്വതത്തിന് സമാനമാണ് ഇന്ന് മധ്യപൂർവേഷ്യ. ഇറാൻ ഇസ്രായേലിനെ ഏത് നിമിഷവും ആക്രമിച്ചേക്കാമെന്ന റിപ്പോർട്ടുകളാണ് ലോകത്തിന്റെ ആ ഭാഗത്തു നിന്നും ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. US സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ G7 രാജ്യങ്ങളുടെ പ്രതിനിധികളോട് അല്പം മുമ്പ് പറഞ്ഞത് 24 അല്ലെങ്കിൽ 48 മണിക്കൂറിനുള്ളിൽ ഇറാൻ ഇസ്രായേലിനെ ആക്രമിച്ചേക്കുമെന്ന ഒരു കാര്യമാണ്. വളരെയധികം ആശങ്കയിലാണ് ഇന്ന് ലോക രാജ്യങ്ങൾ. ഒരുപക്ഷെ ഇറാൻ ഇസ്രായേലിനെ ആക്രമിച്ചാൽ അത് മധ്യപൂർവേഷ്യയെ മാത്രമല്ല ലോകത്തെ ആകെ അതീവ ഗുരുതരമായ ഒരു സാഹചര്യത്തിലൂടെയായിരിക്കും കടത്തിവിടുന്നത്. നമുക്കറിയാം, ഒക്ടോബർ 7-ാം തീയതി ഹമാസ് ഭീകരർ ഇസ്രായേലിന് നേർക്ക് നടത്തിയ ആ ഭീകര ആക്രമണം തുടർന്ന് അങ്ങോട്ട് മധ്യപൂർവേഷ്യ വളരെ യുദ്ധ സമാനമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ കലുഷിതമായിട്ടുള്ള യുദ്ധ സാഹചര്യങ്ങളിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരുന്നത്. ഈ കാലയളവ് വരെ പ്രത്യേകിച്ച് ഇറാൻ ഒരു പ്രോക്സി വാറായിരുന്നു ഇസ്രായേലിന് നേർക്ക് ഉയർത്തി വിട്ടതെങ്കിൽ, അതായത് ഹിസ്ബുള്ള അല്ലെങ്കിൽ ഹൂതി പോലുള്ള ഭീകര സംഘടനകളെ, ഹമാസ് പോലുള്ള ഭീകര സംഘടനകളെ മുൻനിർത്തി ഒരു പ്രോക്സി വാറായിരുന്നു ഇറാൻ നടത്തിയതെങ്കിൽ ഏത് നിമിഷവും ഒരു ഡയറക്റ്റ് ഫൈറ്റിലേക്ക് ഇസ്രായേലും ഇറാനും തമ്മിലുള്ള ഒരു തുറന്ന യുദ്ധത്തിനുള്ള ഒരു സാധ്യതയാണ് മധ്യപൂർവേഷ്യയിൽ നിലനിൽക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ലോക രാജ്യങ്ങൾ ഈ പറയുന്നത് പോലെ അമേരിക്ക, റഷ്യ അല്ലെങ്കിൽ ചൈന പോലുള്ള രാജ്യങ്ങളുടെ നിലപാട് എന്തായിരിക്കും? ഒരുപക്ഷെ ഇറാനോടൊപ്പം റഷ്യ, ചൈന പോലുള്ള രാജ്യങ്ങൾ അവരെ പിന്തുണച്ചു കഴിഞ്ഞാൽ അത് ലോക സമാധാനത്തിന് സൃഷ്ടിക്കുന്ന ഭവിഷ്യത്ത് എന്തൊക്കെ? ഇത്തരത്തിലുള്ള ഒരു മൾട്ടി ഫേസ്ഡ് ആയിട്ടുള്ള ഒരു അറ്റാക്ക് ഇസ്രായേലിന് നേർക്ക് വന്നു കഴിഞ്ഞാൽ ഇസ്രായേലിന്റെ ഒരു റെസ്പോൺസ് എങ്ങനെയായിരിക്കും? ഒപ്പം തന്നെ അമേരിക്കയുടെ ഒരു പ്രതികരണം എങ്ങനെയായിരിക്കും? ഈ ഒരു വിഷയങ്ങളാണ് ഇന്നത്തെ നിലപാട് ഈ ഒരു പ്രോഗ്രാമിൽ ഞങ്ങൾ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ജോർജി, എന്നോടൊപ്പം ഉള്ളത് റോബിൻ ജോർജി. നമ്മൾ പറഞ്ഞതുപോലെ, അതായത് ഈ ചരിത്രത്തിലെ ഈ അടുത്ത കാലഘട്ടത്തിൽ ഒന്നും കാണാത്ത രീതിയിലുള്ള വളരെ ഒരു യുദ്ധസമാന സാഹചര്യത്തിലൂടെയാണ് മിഡിൽ ഈസ്റ്റ് കടന്നു പോകുന്നത്. ഞാൻ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ ഏത് നിമിഷവും പൊട്ടിത്തെറിക്കാവുന്ന ഒരു അഗ്നിപർവ്വതമാണ് ഇന്ന് ഇസ്രായേൽ ഉൾപ്പെട്ട ആ ഒരു മധ്യപൂർവേഷ്യ. നമുക്കറിയാം, അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അവിടുത്തെ ആ ഒരു യുദ്ധസമാന സാഹചര്യം ലഘൂകരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് സൗദി അറേബ്യയുമായിട്ട് അമേരിക്ക ചർച്ച നടത്തുന്നു. യൂറോപ്യൻ രാജ്യങ്ങളോട് പറയുന്നു പ്രത്യേകിച്ച് ഇറാന്റെ മേലൊരു പ്രഷർ ചെലുത്തുവാൻ, ഈ ഇത്തരത്തിലുള്ള യുദ്ധസമാന സാഹചര്യം ഒഴിവാക്കുവാൻ വേണ്ടി. നമുക്കറിയാം, ജോർദാൻ പോലുള്ള രാജ്യം, ജോർദാന്റെ ഒരു ഫോറിൻ മിനിസ്റ്റർ ഏകദേശം 10 വർഷത്തിന് ശേഷമാണ് ആദ്യമായിട്ട് ഇറാനിലേക്ക് വിസിറ്റ് ചെയ്യുന്നത്. കഴിഞ്ഞ ഞായറാഴ്ച, ഇന്നലെ അദ്ദേഹം വിസിറ്റ് ചെയ്യുന്നു. പ്രത്യേകിച്ച് യുദ്ധവുമായി ബന്ധപ്പെട്ട യുദ്ധ സാഹചര്യങ്ങൾ ലഘൂകരിക്കാനുള്ള ഒരു ശ്രമങ്ങൾ നടത്തുന്നു. അമേരിക്ക ആ തരത്തിലുള്ള കാര്യങ്ങൾ ഒരു വശത്ത് നടത്തുമ്പോൾ മറു സൈഡിൽ ഇസ്രായേലിനുള്ള ഒരു സപ്പോർട്ട്, പ്രത്യേകിച്ച് വാർഷിപ്പുകളും ഒപ്പം തന്നെ ആയുധ സപ്പോർട്ടും മറൈൻസും ഒക്കെ ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു സമുദ്ര പ്രദേശത്തേക്ക് അയച്ചുകൊണ്ടിരിക്കുന്നു. നമുക്ക് ആദ്യഘട്ടത്തിൽ ചർച്ച ചെയ്യേണ്ടത്, നമ്മൾ പറഞ്ഞതുപോലെ ഈ കാലയളവിൽ, പ്രത്യേകിച്ച് ഈ ഒക്ടോബർ 7-ന് ശേഷം അല്ലെങ്കിൽ അതിനു മുമ്പത്തെയൊക്കെ ഒരു കാലയളവിൽ ഈ ഇറാൻ ഇസ്രായേൽ തമ്മിലൊരു ഡയറക്റ്റ് ഫൈറ്റ് അത് പലപ്പോഴും പല സാഹചര്യങ്ങൾ കൊണ്ടും ഒഴിവായി പോയിരുന്നു. പലപ്പോഴും ഇറാൻ ഒരു പ്രോക്സി ഗ്രൂപ്പുകളെ, ഈ ഹിസ്ബുള്ള പോലുള്ള, ഹമാസ് പോലുള്ള പ്രോക്സി ഗ്രൂപ്പുകളെ, ഹൂതി പോലുള്ള പ്രോക്സി ഭീകര സംഘടനകളെ മുൻനിർത്തിയായിരുന്നു ഇസ്രായേലിന് നേർക്കൊരു അറ്റാക്ക് നടത്തിയത്. നമുക്കറിയാം, അതിനൊരു അപവാദമായിട്ട് നിലനിൽക്കുന്നത് കഴിഞ്ഞ ഏപ്രിലിൽ ഈ ഇറാൻ അയച്ച 300ഓളം ഒരു ഡ്രോൺ അറ്റാക്കാണ് അതിനൊരു അപവാദമായിട്ട് നിലനിൽക്കുന്നത്. ഒരു പക്ഷേ നമ്മൾ ഈ ആശങ്കപ്പെടുന്നത് പോലെ, ഇപ്പൊ ആന്റണി ബ്ലിങ്കൻ പറഞ്ഞു കഴിഞ്ഞ് 24 അല്ലെങ്കിൽ 48 മണിക്കൂറിനുള്ളിൽ ഏത് നിമിഷവും ആക്രമണം സംഭവിച്ചേക്കാം. അദ്ദേഹം അത് പറയണമെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു സോഴ്സ് ഇല്ലാതെ അദ്ദേഹം അങ്ങനെ പറയത്തില്ല. ഒരു പക്ഷേ ഈ പ്രോക്സി ഗ്രൂപ്പുകളെ ഒക്കെ ഒഴിവാക്കി ഒരു ഡയറക്റ്റ് ഫൈറ്റ്, അതായത് ഇവരെയൊക്കെ മുൻനിർത്തി ഈ ഒരു ഡയറക്റ്റ് ഫൈറ്റ് ഒരു പക്ഷേ ഇറാൻ ഇസ്രായേലിന് നേർക്ക് അഴിച്ചുവിടുകയാണെങ്കിൽ അത് ആ പ്രദേശത്ത് സൃഷ്ടിക്കുന്ന ഒരു ഇമ്പാക്ട് എത്രത്തോളമായിരിക്കും? ശരിക്കും പറഞ്ഞാൽ ലോകത്തിന്റെ പല ഭാഗത്തും റീജിയണൽ കോൺഫ്ലിക്റ്റുകൾ ചെറിയ തോതിൽ അതിർത്തികളിൽ നടക്കുന്നുണ്ടെങ്കിലും ഒരു ഫുൾ സ്കെയിൽ വാർ അത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉക്രൈൻ റഷ്യ അതിർത്തിയിലാണ്. എന്ന് വെച്ചാൽ നാറ്റോ രാജ്യങ്ങൾ പറയുന്നത് വേൾഡ് വാർ സെക്കൻഡിന് ശേഷം ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ വാർ എസ്കലേഷനാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ശരിക്കും നമ്മൾ അവിടുത്തെ കുറിച്ചും കൂടെ നമ്മൾ ചർച്ച ചെയ്യുമ്പോഴാണ് ഇവിടുത്തെ ഇമ്പാക്ട് കൂടുതലായിട്ട് നമുക്ക് മനസ്സിലാകുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ജർമ്മനിയിൽ നിന്നും അമേരിക്കയുടെ ഒരു ആമേർഡ് ഡിവിഷൻ തന്നെ മൊത്തമായിട്ടും പോളണ്ടിലേക്ക് മാറ്റുന്ന ഒരു അവസ്ഥയുണ്ടായിട്ടുണ്ട്. എന്ന് വെച്ചാൽ അവര് റഷ്യയുടെ വളരെ വലിയൊരു അറ്റാക്കിനെ മുൻനിർത്തി കാണുന്നു എന്നുള്ളതാണ് അറിയുന്നത്. അതുമാത്രമല്ല, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ F-16 വിമാനങ്ങൾ, പോർവിമാനങ്ങൾ ഉക്രൈന് നൽകിയിട്ടുണ്ട്. ഇതുകൂടാതെ ഈ പോളണ്ടിനടുത്തുള്ള
ഉക്രൈൻ്റെ അവിടെയുള്ള ഏറ്റവും വലിയൊരു മിലിറ്ററി ബേസ് കഴിഞ്ഞ ദിവസം കിങ്സാൽ സൂപ്പർസോണിക് മിസൈൽ, റഷ്യയുടെ വളരെ വലിയൊരു മിസൈൽ, ആ മിസൈൽ അയച്ച് അവരത് അടിച്ച് നിരത്തി കളഞ്ഞു. നാറ്റോയുടെ അടക്കമുള്ള ഉപദേഷ്ടാക്കളടക്കം, അവിടെ സൈന്യത്തിന് പരിശീലനം കൊടുക്കാൻ വന്നവരടക്കമുള്ളവർ എത്രയോ ആളുകൾ മരിച്ചു, സൈനികർ മരിച്ചു എന്നാണ് കേൾക്കുന്നത്. എന്ന് വെച്ചാൽ അതുപോലെ വളരെ വലിയ ഒരു ഫുൾ സ്കെയിൽ വാർ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതേ സമയത്താണ് ഇപ്പോൾ ശരിക്കും ഈ ഇസ്രായേല് ഹമാസിനെതിരെ നടത്തുന്ന ആ യുദ്ധം ശരിക്കും അതൊരു ഭീകരവാദികൾക്കെതിരെയുള്ള ഒരു സൈനിക നടപടിയാണ്. അതിനപ്പുറത്ത് അതിന് വലിയ കാര്യമായിട്ടുള്ള ഇമ്പാക്റ്റ് ഇല്ല അതിന്. പക്ഷേ ഇപ്പോൾ സംഭവിച്ചേക്കുന്നത് ഇത് ഒരു ഫുൾ സ്കെയിൽ വാറിലേക്ക്, ലോകം രണ്ടാമതൊരു ഫുൾ സ്കെയിൽ വാറിലേക്ക് പോകാനുള്ള ഒരു സാധ്യത നിൽക്കുന്നു എന്നുള്ളതാണ്. ഇറാനെ സംബന്ധിച്ച് ഇസ്രായേലിനെ ആക്രമിക്കുക എന്നുള്ളത് ഇറാന്റെ മാത്രം കാര്യമല്ല, ഇറാന് ആയുധം കൊടുത്ത ആളുകളുടെയും ആവശ്യമാണ് അത് ചെയ്യുക എന്നുള്ളത്. കാരണം ഇറാനിൽ അതുപോലെ ഈ ഇപ്പം S-300 S-400 അടക്കമുള്ള അവരുടെ റഷ്യയുടെ ആയുധങ്ങൾ ഇറാനിലുണ്ട്. അപ്പോൾ ഈ ആയുധങ്ങളെ കവർ ചെയ്ത് ഇസ്രായേലിൽ നിന്നും അറ്റാക്ക് വരുന്നത് എപ്പോഴും റഷ്യയുടെ ആയുധ ലോബിക്ക്, റഷ്യയുടെ ആയുധ കയറ്റുമതിക്ക് വിലങ്ങുതടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇറാൻ ഇസ്രായേലിലേക്ക് ആക്രമണം നടത്തും. ഇനി ഇസ്രായേലിലേക്ക് ഇറാൻ ആക്രമണം നടത്തി കഴിഞ്ഞാൽ തിരിച്ച് അമേരിക്കയുടെ ആയുധ ലോബിക്ക് അത് ഏറ്റവും വലിയ അടിയാണ്. അപ്പോൾ എന്താണെങ്കിലും ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, ഇത് ഒരുപാട് കാലം കൊണ്ടുള്ള ഒരു എസ്കലേഷനാണ് ഈ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ഹമാസിനായിട്ടുള്ള ആക്രമണമാണെങ്കിലും, അതും അല്ലെങ്കിൽ ഹൂതികളുടെ ആക്രമണമാണെങ്കിലും, അതും അല്ലെ ഹിസ്ബുള്ളയുടെ ആക്രമണമാണെങ്കിലും, ഇതെല്ലാം ഒരു സ്പെസിഫിക് പോയിന്റിലേക്കുള്ള ഒരു യാത്രയുടെ ഭാഗം മാത്രമാണ്. ഇത് ഇന്നല്ലെങ്കിൽ നാളെ ഇത് പൊട്ടുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ലോകം ഇന്ന് അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഒരു റീജിയണിൽ ഇപ്പോൾ നാറ്റോ രാജ്യങ്ങളുടെ, യൂറോപ്പും റഷ്യയും തമ്മിലുള്ള ആ ഭാഗത്ത് യുദ്ധം ഓൾറെഡി നടന്നുകൊണ്ടിരിക്കുന്നു. മറ്റൊരു യുദ്ധമുഖം കൂടി ഇവിടെ തുറക്കാൻ പോകുന്നു ലോകം. എന്ന് വെച്ചാൽ ഇപ്പോൾ രണ്ടാം ലോക മഹായുദ്ധം കഴിഞ്ഞതിന് ശേഷമുള്ള ഏറ്റവും വലിയ ഡിവിഷനിൽ നേരത്തെ നമ്മൾ കണ്ടായിരുന്നു. ഇപ്പോൾ ക്യൂബൻ മിസൈൽ ക്രൈസിസ് അടക്കമുള്ള USSRും അമേരിക്കയും തമ്മിലുള്ള ഒരുപക്ഷെ അതിനേക്കാളെല്ലാം വ്യത്യസ്തമായുള്ള വളരെ ഭീകരമായുള്ള ഒരു ഡിവിഷൻ ലോകത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കൃത്യമായും മറ്റൊരു വേൾഡ് വാറിലേക്ക് പോകത്തക്ക രീതിയിൽ രണ്ട് ഭാഗങ്ങളായി ലോകം ഡിവൈഡ് ചെയ്ത് നിൽക്കുകയാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇറാൻ യുദ്ധത്തിന് പോയ ഇറാൻ ഒറ്റയ്ക്കല്ല. കാരണം എന്താ വെച്ചാൽ ഇപ്പൊ നമുക്കറിയാം, ഈ കഴിഞ്ഞ ദിവസം ഇസ്രായേലുമായിട്ട് ഹമാസിനെ ചർച്ച നടത്താൻ വേണ്ടിയിട്ട് അവിടെ ചൈന 14ഓളം തീവ്രവാദ ഗ്രൂപ്പുകളെ ഒരുമിപ്പിച്ച് കൊണ്ടുവന്ന് ചർച്ചയ്ക്ക് കൊണ്ടുവന്നു എന്ന് പറയുമ്പോൾ വേറെ ആർക്കും സംഭവിക്കാത്തൊരു കാര്യം. എന്ന് വെച്ചാൽ അത്രയ്ക്ക് ഹോൾഡാണ് ചൈനയ്ക്ക് അവിടെ, അത്ര ഹോൾഡ് ഈ ചൈനയ്ക്ക് അവിടെയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇറാൻ ഇസ്രായേൽ ഒരു വാറിലേക്ക് പോകുന്ന പക്ഷത്തിൽ ഇവിടെ ചൈനയ്ക്ക് ഹാൻഡ് ഉണ്ടാവും, റഷ്യക്ക് ഹാൻഡ് ഉണ്ടാവും. അതുപോലെ തന്നെ ഇപ്പുറത്താണെങ്കിൽ അമേരിക്കയ്ക്ക് തീർച്ചയായും നമുക്കറിയാം, അമേരിക്ക വലിയ തോതിൽ ആയുധങ്ങൾ വിന്യസിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ അവിടെയുള്ള സൈനിക കേന്ദ്രങ്ങളെല്ലാം വളരെ റെഡി ആയിട്ട് നിൽക്കുന്നു. പിന്നെ അതുകൂടാതെ തന്നെ നാറ്റോ രാജ്യങ്ങൾ ഇടപെടേണ്ട സാഹചര്യം ഉണ്ടാകുന്നു. എങ്ങനെയെല്ലാം നോക്കുമ്പോൾ ലോകം മറ്റൊരു തേർഡ് വേൾഡ് വാറിന്റെ ഒരു അറ്റത്ത് എത്തി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്നുള്ളത് നമ്മൾ ആശങ്കയോടെ കാണേണ്ട ഒരു അവസ്ഥയാണ്. അത് കറക്റ്റാണ്. പ്രത്യേകിച്ച് ഇപ്പൊ റോബിൻ സൂചിപ്പിച്ചതുപോലെ ഇപ്പം കഴിഞ്ഞ ദിവസം അമേരിക്ക യുക്രൈന് ഈ F-16 ഫൈറ്റർ ജെറ്റുകളൊക്കെ പ്രൊവൈഡ് ചെയ്തു. അപ്പോൾ ഈ പറയുന്നത് പോലെ ആ പ്രൊവൈഡ് ചെയ്ത ആ ഒരു കാര്യത്തിന് റഷ്യ തിരിച്ചടി നൽകുന്നത് ഒരു പക്ഷേ ഇറാന് റഷ്യൻ ആയുധങ്ങൾ നൽകിക്കൊണ്ടായിരിക്കും. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു, അതായത് ഇറാനും ഇസ്രായേലും തമ്മിലൊരു നഴ്യുദ്ധമായിരുന്നു ഹിസ്ബുള്ള, ഹൂതി അല്ലെങ്കിൽ ഹമാസ് പോലുള്ള സംഘടനകളെ മുൻനിർത്തിക്കൊണ്ട്. ഒരുപക്ഷെ മറ്റൊരു സിനാരിയോയിൽ നാം ചിന്തിക്കുമ്പോൾ ഈ അമേരിക്ക റഷ്യ തമ്മിലുള്ള ഒരു ഡയറക്ട് ഫൈറ്റ് എന്നതിനേക്കാൾ ഉപരി ഇസ്രായേലിനെ ഇറാനെ മുൻനിർത്തിയിട്ടുള്ള ഒരു അറ്റാക്ക് അല്ലെങ്കിൽ ഒരു ഫൈറ്റിലേക്കായിരിക്കും കാര്യങ്ങൾ പോകുന്നത്. മറ്റൊരു കാര്യം കൂടിയുണ്ട്, അതായത് ഇറാൻ കൃത്യമായിട്ട് തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതായത് അമേരിക്ക ഏതെങ്കിലും സാഹചര്യത്തിൽ ഈ തരത്തിലുള്ള യുദ്ധ സമാനമായിട്ടുള്ള സാഹചര്യത്തിൽ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇറാൻ തീർച്ചയായിട്ടും പശ്ചിമേഷ്യയിലെ അമേരിക്കൻ താവളങ്ങളെ ആക്രമിക്കും. മാത്രമല്ല ഈ ഇസ്രായേലിന് ഒരു വ്യോമപാതയ്ക്ക് സൗകര്യം ഒരുക്കി കൊടുക്കുന്ന രാജ്യങ്ങളെയും അവർ ടാർഗറ്റ് ചെയ്യുന്ന കൃത്യമായിട്ട് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. നമ്മൾ ഈ ചർച്ച ചെയ്യുന്ന ഓഗസ്റ്റ് 5 ഉച്ചയോടുകൂടിയാണ് നമ്മൾ ഈ ചർച്ച നടത്തുന്നത്. അപ്പോൾ തന്നെ വളരെ ആശങ്ക ജനിപ്പിച്ച ചില വാർത്തകൾ വരുന്നുണ്ട്. അതായത് ഹിസ്ബുള്ള ഓൾറെഡി ഈ വടക്കൻ ഇസ്രായേലിലേക്ക് ഒരു ഡ്രോൺ അറ്റാക്കുകൾ ആരംഭിച്ചു കഴിഞ്ഞു. അതിന് മറുപടിയായിട്ട് ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ 2ഓളം പേർ അവിടെ മരണമടഞ്ഞിരിക്കുന്നു. ഒപ്പം തന്നെ ഈ ഇറാനിൽ നിന്നും ഇറാന്റെ ഫോറിൻ മിനിസ്ട്രി സ്പോക്സ് പേഴ്സൺ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്, പണിഷിംഗ് ഇസ്രായേൽ ഈസ് നെസസറി. ഏകദേശം ഒരു 47 മിനിറ്റ് മുമ്പ്, ഓഗസ്റ്റ് 5 ഉച്ച ഒരു 47 മിനിറ്റ് മുമ്പ് വന്ന വാർത്തയാണ്. അപ്പോൾ അവിടെ സാഹചര്യം കൂടുതൽ കലുഷിതമായിക്കൊണ്ടിരിക്കുന്നു ജോജി. അപ്പോൾ ഒരുപക്ഷെ ഇത്തരത്തിലുള്ള ഒരു അറ്റാക്ക് ഈ റഷ്യൻ പിന്തുണയോടെ ഇറാൻ ഇസ്രായേലിലേക്ക് നടത്തുന്നു.
ഒപ്പം തന്നെ ഈ പറയുന്ന ഭീകര സംഘടനകളും ഒരുമിച്ച് ഇസ്രായേലിനെതിരെ അറ്റാക്ക് ചെയ്യുന്നു. ആ ഒരു സാഹചര്യത്തിൽ ഇസ്രായേലിന്റെ ഒരു റെസ്പോൺസ് എങ്ങനെയായിരിക്കും? ഭീകരമായിട്ടുള്ള ഒരു അവസ്ഥയല്ലേ ഇസ്രായേൽ ഇപ്പം അഭിമുഖീകരിക്കുന്നത്? ഇവിടെ റോബിൻ പറഞ്ഞ പോലെ കോൾഡ് വാർ ഇറാഖിക്ക് ശേഷം ലോകം ഇത്രമാത്രം ഒരു വളരെ ഡീപ്പ് സ്കെയിലിലുള്ള വളരെ ആഴപ്പെട്ടുള്ള ഒരു യുദ്ധ സമാനമായ സാഹചര്യം ഫേസ് ചെയ്യുന്നത് നമ്മൾ മറ്റെവിടെയും കണ്ടിട്ടില്ല. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇറാൻ ആദ്യം പയറ്റിയ തന്ത്രം പ്രോക്സീസിനെ വെച്ചുള്ള വാറായിരുന്നു. ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇറാന് യാതൊരു നഷ്ടവുമില്ല. ഇറാന്റെ ആ ഒരു ഭൂപ്രകൃതിയിലേക്ക് കടന്ന് ആരും യുദ്ധം ചെയ്യുകയോ അവരെ നശിപ്പിക്കുകയോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും നാശനഷ്ടം വരുത്തുകയും ചെയ്യുന്നില്ല. എന്നാൽ ഹൂതികളെയും ഹിസ്ബുള്ളയെയും ഹമാസിനെയും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് അവരുടെ ഒരു സ്ട്രാറ്റജി നടപ്പാക്കിയാണ് ശരിക്കും ചെയ്തത്. ഉറപ്പായിട്ട് റൂം പറഞ്ഞ പോലെ അതിന്റെ പുറകിൽ ഇറാന് ആയുധം സപ്ലൈ ചെയ്യുന്ന ആയുധ ലോബികളായ പ്രധാനപ്പെട്ട രാജ്യങ്ങളുടെ ഒരു വലിയ പങ്കുണ്ട്. മറ്റൊരു രീതി പറഞ്ഞാൽ യുക്രൈൻ യുദ്ധത്തിൽ യുക്രൈൻ നാറ്റോയുടെയും അമേരിക്കയുടെയും കയ്യിലെ ഒരു ഉപകരണം പോലെയായി മാറുന്നു. അവരത് വെച്ച് റഷ്യക്കെതിരെ അവർ യുദ്ധം ചെയ്യുന്നു. ഇതുപോലെ തന്നെ ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിൽ ശരിക്ക് അമേരിക്ക ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ ഇറാന് ശരിക്കും ചൈനയുടെയും റഷ്യയുടെയും കയ്യിൽ ഒരു ഉപകരണമായി മാറുകയാണ് ചെയ്യുന്നത്. ശരിക്കും അവിടെ ബിസിനസ് ഉണ്ട്, അവിടെ ആയുധ കച്ചവടമുണ്ട്, അവിടെ പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു വലിയ സുപ്പീരിയോറിറ്റി വേണ്ടിയുള്ള ഒരു വലിയ മത്സരമുണ്ട്, പലതുമുണ്ട് അവിടെ. പക്ഷെ ജോർജ്, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഹമാസിന്റെ ഒരു സ്ട്രാറ്റജി നോക്കിയേ. ഹമാസ് ഇപ്പോൾ ഇറാൻ ഇസ്രായേലിനെ ആക്രമിച്ചാൽ അതിനെക്കുറിച്ച് പെട്ടെന്ന് കഷ്ടം അല്ലെ അത് തെറ്റെന്ന് പറയാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു വലിയ ഒരു ക്യാൻവാസിൽ നടന്നു കഴിഞ്ഞു. ഇറാൻ ആക്രമിക്കും, അവരെ പണിഷ് ചെയ്യേണ്ട ആവശ്യമുണ്ട്, ഇതെല്ലാം അവർ അതിന് കളമൊരുക്കുക ചെയ്യുന്നത്. മനസ്സിലാക്കണം ശരിക്കും എന്താ സംഭവിച്ചത്. ഒക്ടോബർ 7 നമ്മൾ എത്രമാത്രം ചെറുത്തുനിൽപ്പാണെന്ന് പറഞ്ഞാലും, അല്ലെ ഹമാസിനെ ചിലർ വിളിക്കുന്നുണ്ട് ഫ്രീഡം ഫൈറ്റേഴ്സിന്, എന്ത് ഓമനപ്പേരിട്ട് വിളിച്ചാലും അവർ കാണിച്ച നാരകീയമായ പ്രവൃത്തികള്, അവർ കാണിച്ച സാവേജിക് നേച്ചറുള്ള ചില കാര്യങ്ങള്, കൂട്ടക്കുരുതികള്, കുഞ്ഞുങ്ങളെ കൊല്ലുന്നു, കൂട്ട ബലാത്സംഗം, ഇതൊന്നും ഒരിക്കലും നമുക്ക് ജസ്റ്റിഫൈ സാധിക്കില്ല. എന്നാൽ അങ്ങനെ ചെയ്ത് ആ ഒരു സംഭവം ഇപ്പോൾ കംപ്ലീറ്റ് അങ്ങോട്ട് മാറിയിരിക്കണം. ഇപ്പൊ ഹമാസ് ഭീകരവാദികൾ കുറെ കൊല്ലം, പക്ഷെ അവിടെ സ്ട്രാറ്റജി വിജയിക്കണം അറിയുന്നത്. ഇപ്പൊ അത് എത്തി ഇവിടെ റോം പറഞ്ഞ പോലെ മധ്യപൂർവേഷ്യയിലെ 2 പ്രബല രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു ഫേസ് ടു ഫേസ് കോൺഫ്ലിക്റ്റിലേക്ക് എത്തുകയാണ്. ഇനി ഞാൻ പറയാം, ഇസ്രായേലിന് നമുക്കറിയാം ഉറപ്പായിട്ടും എന്തൊക്കെ പറഞ്ഞാലും ആൾബലം ഇറാൻ കൂടുതലുണ്ട്, സൈന്യത്തിന്റെ എണ്ണം മറ്റു പലതും ഉണ്ടാവും. പക്ഷെ എങ്കിലും ഒരു ടെക്നോളജിക്കൽ സുപ്പീരിയറിറ്റി അല്ലെങ്കിൽ ഒരു എയർ സുപ്പീരിയറിറ്റി വളരെ വ്യക്തമായിട്ട് ഇസ്രായേലിനുണ്ട്. അപ്പൊ ഇസ്രായേൽ ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യങ്ങള്, അവരെ ആക്രമിക്കുന്ന ഒരു ഉറപ്പ് വരുത്തിയാൽ അവർ അതിനു മുമ്പ് ഇറാനെ ആക്രമിച്ചിരിക്കും. അതിന്റെ റിസൾട്ട് പലതുമാണ്. ഇവിടെ നമുക്ക് പറയാൻ പറ്റും, വളരെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള ചില അറ്റാക്കിലേക്ക് ഇറാനും ഇസ്രായേലും ഉറപ്പായിട്ടും കാണും. നമുക്കറിയാം 2 ന്യൂക്ലിയർ പവേഴ്സ് എന്ന് പറയുന്നു. നമുക്ക് ആ ഇറാന്റെ കയ്യിലുള്ള ന്യൂക്ലിയർ പവേഴ്സിനെ കുറിച്ച് നമുക്ക് അത്ര വ്യക്തതയില്ല, എങ്കിലും പാകിസ്ഥാൻ പോലുള്ള രാജ്യങ്ങൾ ഇറാനെ സപ്പോർട്ട് സാധ്യതയുണ്ട്. ഇനിയിപ്പോ ഇറാൻ തന്നെ അത് ഡെവലപ്പ് ചെയ്തതിനെ കുറിച്ച് നമുക്ക് യാതൊരു ക്ലാരിറ്റി ഇല്ല. അങ്ങനെ സ്ട്രാറ്റജിക് അറ്റാക്ക് ഉണ്ടാകുകയാണെങ്കിൽ ജോർജി, നമ്മൾ മനസ്സിലാക്കണം, റഫ്ലി ഒരു മിസോറാമിന്റെ, നമ്മുടെ ഇന്ത്യയിലെ ഒരു മിസോറാം സ്റ്റേറ്റിന്റെ മാത്രം ഭൂപ്രദേശമുള്ള ഒരു കൊച്ചു രാജ്യമാണ് ഇസ്രായേൽ. അപ്പോൾ അങ്ങോട്ട് കടന്നു കയറി ഒരു ശക്തമായ അറ്റാക്ക് നടന്നാൽ അവർക്ക് വലിയ തകർച്ച ഉണ്ടാവും. പക്ഷേ അവരുടെ ഒരു വാർ സ്ട്രാറ്റജിയും അവരുടെ മുൻകാല യുദ്ധപരിചയം വെച്ച് അവരുടെ ശത്രുക്കളെ വെറുതെ വിടാനുള്ള യാതൊരു സാധ്യതയുമില്ല. അങ്ങനെ വന്നാൽ ഇറാൻ ഒരു കനത്ത നഷ്ടം. പിന്നെ അമേരിക്കയുടെ ഒരു ആയുധത്തിന്റെ ഒരു വലിയ കവചം, അല്ലെങ്കിൽ അമേരിക്കയുടെ ഒരു ടെക്നോളജിക്കൽ സുപ്പീരിയോറിറ്റി, അമേരിക്കയുടെ ആ ഒരു പ്രമാണിത്വത്തിന്റെ സപ്പോർട്ടെല്ലാം ഉറപ്പായിട്ടുമുണ്ട് നാറ്റോ രാജ്യങ്ങൾ കുറേയുണ്ട്. പിന്നെ റഷ്യയുടെ ആയുധങ്ങളെ കുറിച്ച് ഞാനിപ്പോൾ റോം പറഞ്ഞത്, റഷ്യയുടെ ആയുധങ്ങളുടെ ഉറപ്പായിട്ടും ആയുധങ്ങളുണ്ട്, പക്ഷെ എത്രമാത്രം ഒരു ടെക്നോളജിക്കൽ സുപ്പീരിയോറിറ്റി ഉണ്ട് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ചൈന എങ്ങനെ സപ്പോർട്ട് ചെയ്യും? ചൈനയെ ലോകരാജ്യങ്ങൾ പഠിക്കേണ്ടിയിരിക്കുന്നു. ചൈന എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ചൈനയാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ഒരു വിജയം എടുക്കാൻ പോകുന്ന രാജ്യങ്ങൾ പറയാം. കാരണം ചൈനയ്ക്ക് അവിടെ റഷ്യയും അമേരിക്കയും അടിച്ചാലും ചൈനയ്ക്ക് ഒരു യാതൊരു നഷ്ടം ഉണ്ടാകുന്നില്ല. ചൈനയുടെ ആയുധങ്ങൾ വിൽക്കാൻ സാധിക്കും. അങ്ങനെ പല രീതിയുണ്ട്. ഇപ്പൊ എന്ത് പറഞ്ഞാലും ഞാൻ പറയാണ്, ഇസ്രായേലിന്റെ സംരക്ഷണം, പൗരന്മാരുടെ സംരക്ഷണം മാക്സിമം നോക്കും. ഏത് എക്സ്റ്റെന്റിലും അവര് യുദ്ധം ചെയ്യുകയും ചെയ്യും. അത് വളരെ കറക്റ്റ് ആണ്. അതായത് ഈ പറയുന്ന പോലെ റഷ്യയുടെ കാര്യം എടുക്കുമ്പോൾ എനിക്കൊരു സംശയമുള്ളത്, ഓൾറെഡി റഷ്യ അവിടെ യുക്രൈനിൽ തൊട്ടിട്ട് കൈപൊള്ളിയിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അവരുടെ ആയുധ വിന്യാസങ്ങളും മിലിറ്ററിയും എല്ലാം യുക്രൈനിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തു, ഈ റഷ്യൻ സൈഡിൽ നിന്നുള്ള ചില ആയുധങ്ങൾ അല്ലെങ്കിൽ ഈ പറയുന്ന ഈ കമ്മ്യൂണിക്കേഷൻ ഇന്റർസെപ്റ്റേഴ്സ് ഒക്കെ ഇറാന്റെ വിവിധ ഭാഗങ്ങളൊക്കെ വിന്യസിച്ച് കഴിഞ്ഞിരിക്കുന്നു പറഞ്ഞിരിക്കുന്നു. തീർച്ചയായിട്ടും ഈ ഇറാൻ ഒരു ആക്രമണത്തിന് മുതിർന്നു കഴിഞ്ഞാൽ ജോജി സൂചിപ്പിച്ചതുപോലെ റഷ്യ അതിന്റെ പിന്നിലുണ്ടാവും. ഒപ്പം തന്നെ ഇസ്രായേലിന്റെ പിന്നിൽ അമേരിക്ക ഉണ്ടാവും. അപ്പം ഈ പറയുന്ന ഇസ്രായേൽ ഇറാൻ എന്നതിനേക്കാൾ ഉപരി അമേരിക്ക റഷ്യ ഫൈറ്റിലേക്ക് കാര്യങ്ങൾ പോകാനുള്ള വളരെയധികം ഒരു ആശങ്ക ജനിപ്പിക്കുന്ന സാഹചര്യങ്ങളിലേക്കാണ് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. മറ്റൊരു പോയിന്റ് എനിക്ക് ഒന്ന് ചൂണ്ടിക്കാണിക്കാനുള്ളത്, അതായത് ഈ ഇസ്ലാമിക ഭീകരവാദം അത് ലോകത്ത് സൃഷ്ടിക്കുന്ന ഒരു പ്രതിസന്ധി, അവരുടെ
ലക്ഷ്യം എന്ന് പറയുന്നത് ലോകത്താകമാനം ജോജി പറഞ്ഞതുപോലെ ഒരു അരക്ഷിതാവസ്ഥ, ഒരു അസമാധാനം സൃഷ്ടിക്കുക എന്നുള്ളതാണ്. മധ്യപൂർവേഷ്യയിൽ അവർ വിജയിച്ചു കഴിഞ്ഞിരിക്കുന്നു, യുദ്ധത്തിന്റെ സാഹചര്യത്തിലേക്ക് പോകുന്നു. അത് ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് എനിക്ക് പറയാനുള്ളത്, നമുക്കറിയാം ഈ ലോക രാജ്യങ്ങൾ, പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് തെരുവുകളിലൊക്കെ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഹമാസിന്റെയും പതാകയൊക്കെ വെച്ച് പക്ക ഒരു അരക്ഷിതാവസ്ഥയാണ് അവിടെ യൂറോപ്യൻ രാജ്യങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ബ്രിട്ടൻ ആയിക്കോട്ടെ, UK ആയിക്കോട്ടെ, സ്പെയിൻ ആയിക്കോട്ടെ, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ട ഒരു സിവിൽ വാർ സമാനമായിട്ടുള്ള സാഹചര്യത്തിലാണ് ബ്രിട്ടൻ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ലോക സമാധാനം കെടുത്തി ഒരു ഡീസ്റ്റെബിലൈസേഷൻ എഫക്ട് ലോകത്തിലേക്ക് കൊണ്ടുവന്ന, അതിൽ നിന്നും മുതലെടുത്ത് തങ്ങളുടെ പലതരത്തിലുള്ള അജണ്ട, തീവ്രവാദപരമായിട്ട് അജണ്ട ആയിക്കോട്ടെ, ഐഡിയോളജിക്കൽ ആയിട്ടുള്ള ഒരു അജണ്ട ആയിക്കോട്ടെ, കൃത്യമായിട്ടും ഇംപ്ലിമെന്റ് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് പോകുന്നത്, അല്ലെ? ഇത്തരത്തിലുള്ള ഒരു യുദ്ധസമാനമായ സാഹചര്യം മൂർച്ഛിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ഈ പല ലോക രാജ്യങ്ങളും, പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങളുടെ ഒക്കെ ഒരു അവസ്ഥ, ഒരു പ്രത്യേകിച്ച് അവരുടെ ഒരു ഇന്റേണൽ സെക്യൂരിറ്റി അല്ലെങ്കിൽ ഇന്റേണൽ പരമായിട്ടുള്ള ഒരു പീസ് എന്നൊക്കെ പറയുന്നത് വളരെ ഗുരുതരമായിട്ട് ബാധിക്കാൻ സാധ്യതയില്ല, പ്രത്യേകിച്ച് ഈ മൈഗ്രന്റ് ക്രൈസിസിന്റെ ഒക്കെ ഒരു പശ്ചാത്തലത്തിൽ. അത് വളരെ വലിയൊരു യാഥാർത്ഥ്യമാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് ധാരാളമായിട്ട് തീവ്ര ചിന്താഗതിക്കാരായിട്ടുള്ള ആളുകൾ കയറിയിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഇവർക്ക് നയങ്ങളെ സ്വാധീനിക്കാൻ കഴിയുന്നുള്ളതാണ്. അവിടെയുള്ള രാജ്യങ്ങൾ എടുക്കുന്ന നയങ്ങളെ ഇവർക്ക് വലിയ തോതിൽ സ്വാധീനിക്കാൻ കഴിയും. ഇപ്പം യൂറോപ്യൻ യൂണിയൻ തെരഞ്ഞെടുപ്പിൽ ഈ പറയുന്ന ഒരുപാട് പിടിച്ചടക്കലുകൾ ഫാർ റൈറ്റ്, തീവ്ര വലതുപക്ഷം നടത്തിയില്ല എങ്കിലും പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തീവ്ര വലതുപക്ഷത്തിന് യൂറോപ്യൻ യൂണിയൻ എടുക്കുന്ന പല നയങ്ങളെയും സ്വാധീനിക്കാൻ കഴിയും എന്നുള്ളതാണ്. ഇതുപോലെ തന്നെ ഈ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് വന്നിട്ടുള്ള തീവ്ര ചിന്താഗതിക്കാരായ ആളുകൾക്ക് ഈ രാജ്യങ്ങളുടെ എല്ലാം നയങ്ങളെ സ്വാധീനിക്കാൻ കഴിയും. ഇപ്പോൾ നയങ്ങൾ അവർ തിരുത്തിയില്ല എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഇസ്രായേലിനെ ഒരു യുദ്ധം ഉണ്ടാകുന്നു, ഇസ്രായേലിനെ വ്യാപകമായ തോതിൽ ഈ രാജ്യങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നു. അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ ഈ ഇറാന് അനുകൂലമായോ അതും അല്ലെങ്കിൽ ഹിസ്ബുള്ളയ്ക്ക് അനുകൂലമായോ അതും അല്ലെങ്കിൽ മറ്റേതെങ്കിലും തീവ്രവാദ ഗ്രൂപ്പുകൾക്ക് അനുകൂലമായോ സാഹചര്യം നയങ്ങളെ രൂപീകരിക്കുവാൻ പാകത്തിൽ, അനുകൂലമാക്കാൻ പാകത്തിൽ ആ രാജ്യങ്ങളിൽ ഇവർക്ക് കലാപങ്ങളും പല കാര്യങ്ങളും ചെയ്യാൻ കഴിയും. അപ്പൊ അത് വളരെ വലിയൊരു ഇമ്പാക്റ്റ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇനി മറ്റൊരു രീതിയിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഈ തീവ്രവാദ ഗ്രൂപ്പുകൾ, ഇപ്പൊ നമുക്കറിയാം ഹമാസ് എന്ന് പറയുന്ന ഒരു ചെറിയ തീവ്രവാദ ഗ്രൂപ്പിൽ നിന്നും ഒരു സ്പാർക്ക് തുടങ്ങിയ ഒരു സ്പാർക്ക് ഇപ്പൊ എവിടെയാണ് നമ്മൾ എത്തി നിൽക്കുക എന്നുള്ളത്. ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇപ്പം ലോകം വളരെ വലിയൊരു വിലയിരുത്തലുകൾ നടത്തുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ഒരു ആണവ യുദ്ധത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ളതാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രാറ്റജിക് ന്യൂക്ലിയർ വെപ്പൺസും ഉണ്ട്, ടാക്ടിക്കൽ ന്യൂക്ലിയർ വെപ്പൺസും ഉണ്ട്. ഇപ്പോൾ റഷ്യയുടെ കാര്യത്തിൽ നമ്മൾ പറഞ്ഞു, റഷ്യ ഒരു പക്ഷേ കൂടുതലായിട്ട് റഷ്യക്കുള്ളിലേക്ക് ആക്രമണം നടത്തി കഴിഞ്ഞാൽ റഷ്യ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ആണവ ആക്രമണം നടത്തിയിരിക്കുമെന്നുള്ളത്. എന്ന് വെച്ചാൽ ടാക്ടിക്കൽ ന്യൂക്ലിയർ വെപ്പൺസ് വെച്ച്, എന്ന് വെച്ചാൽ ഒരു കുറഞ്ഞ ഏരിയയിൽ മാക്സിമം ഡിസ്ട്രക്ഷൻ ഉണ്ടാക്കുന്ന ടാക്ടിക്കൽ ന്യൂക്ലിയർ വെപ്പൺസ് വെച്ച് അവർ ആക്രമണം നടത്താൻ സാധ്യതയുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ തിരിച്ച് ഫ്രാൻസ്, ബ്രിട്ടൻ അടക്കമുള്ള രാജ്യങ്ങളുടെ കയ്യിൽ ഇതുകൊണ്ട് ഏത് രീതിയിലേക്ക് പോകുമെന്നുള്ളത് എനിക്ക് ഒന്നും നമുക്ക് പറയാൻ കഴിയില്ല. ഇനി തിരിച്ച് നമ്മൾ ഈ ഇസ്രായേൽ ഇറാൻ യുദ്ധത്തിന്റെ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇസ്രായേൽ ന്യൂട്രോൺ ബോംബുകൾ വികസിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഹിസ്ബുള്ള ഇസ്രായേൽ യുദ്ധം, ഇപ്പൊ ഇറാൻ ഇസ്രായേൽ യുദ്ധത്തെ കഴിഞ്ഞും ഏറ്റവും സാധ്യതയിൽ നിൽക്കുന്നത് ഹിസ്ബുള്ള, ലെബനോൻ ഇസ്രായേൽ വാറാണ് ഇപ്പം ഏറ്റവും സാധ്യതയിൽ നിൽക്കുന്നത്. ഇതിപ്പം ഇറാനുമായിട്ട് യുദ്ധം നടന്നില്ലെങ്കിൽ പോലും ലെബനോനിൽ ഇസ്രായേൽ കയറി അടിക്കുമെന്നുള്ളത് ഏകദേശം ഉറപ്പായിരിക്കുന്ന ഒരു സംഗതിയാണ്. അങ്ങനെ വന്നാൽ ഇസ്രായേൽ പലപ്പോഴും ഈ ന്യൂട്രോൺ ബോംബ് ഉപയോഗിക്കാൻ സാധ്യതയുണ്ടോ എന്നതിനെ കുറിച്ച് ചർച്ച നടക്കുന്നുണ്ട്. അങ്ങനെ വന്നാൽ ഒരു പക്ഷേ ഇറാന്റെ ന്യൂക്ലിയർ ഫെസിലിറ്റിയെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറാന് ഏകദേശം ഒരു മാസം അല്ലെങ്കിൽ ഒരാഴ്ചക്കുള്ളിൽ ഒരു ആണവായുധം വികസിപ്പിക്കാൻ തരത്തിൽ ഇറാന്റെ ആണവ പദ്ധതികൾ എത്തിയിട്ടുണ്ട് എന്ന് ഐക്യരാഷ്ട്രസഭ തന്നെ റിപ്പോർട്ടുണ്ടായിരുന്നു. ഇനി അതും അല്ലെങ്കിൽ പോലും പാകിസ്ഥാൻ ഈ മേഖലയിലേക്ക് ആണവായുധം നൽകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെ വന്നാൽ ഒരു ആണവ യുദ്ധത്തിനുള്ള സാധ്യത വളരെ വലിയ ഭീഷണിയായിട്ട് ഈ മേഖലയിൽ നിൽക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ ഇസ്രായേൽ കയറി അടിക്കുമോ ഇറാനെ എന്നുള്ളൊരു സാധ്യത ഉണ്ട്. ഇസ്രായേലിന്റെ വാർ ക്യാബിനറ്റ് അതും ചർച്ച ചെയ്തിട്ടുണ്ട്, കഴിഞ്ഞ ദിവസം അതും ചർച്ച ചെയ്തു. എന്ന് വെച്ചാൽ ഏതെങ്കിലും രീതിയിൽ ഇറാൻ ആക്രമിക്കുന്നു എന്ന് തോന്നുകയാണ് എങ്കിൽ അപ്പോൾ കയറി അടിക്കാൻ പാകത്തിൽ ആ രീതിയിൽ ഒരു വാറിനെ കുറിച്ച് പ്ലാൻ ചെയ്യുന്നതിനെ കുറിച്ച് ഇസ്രായേലിന്റെ ക്യാബിനറ്റ് ചർച്ച ചെയ്തതായിട്ടുള്ള ന്യൂസുകളും പുറത്തു വന്നിരുന്നു. ഓക്കെ, അത് കറക്റ്റ് ആണ്. പിന്നെ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ ഇസ്രായേൽ എന്നൊരു രാജ്യം, അതിന്റെ ഒരു നിലനിൽപ്പ് ഈ ലോക സമാധാനത്തിന് എത്രത്തോളം
പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യം കൂടി നാം ചർച്ച ചെയ്യുന്നുണ്ട്. ഈ ഇസ്രായേൽ എന്നൊരു രാജ്യം ഇസ്ലാമിക തീവ്രവാദത്തിനെതിരെ ശക്തമായിട്ടുള്ള നിലപാടെടുക്കുന്ന ഒരു രാജ്യമാണ്. ഇസ്ലാമിക തീവ്രവാദത്തിന്റെ ഒരു ഫ്ലോയിനെ, ഒരു അണക്കെട്ട് കണക്ക് തടഞ്ഞു നിർത്തുന്ന ഒരു രാജ്യമാണ് ഇസ്രായേൽ നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ ഇസ്രായേൽ ഇത്രയും ശക്തമായിട്ടുള്ള ഒരു സ്റ്റാൻഡ് സ്വീകരിക്കുന്നത് കൊണ്ടാണ് പലപ്പോഴും ഇപ്പം നിലവിലെ അമേരിക്കൻ ഭരണകൂടത്തിന് ഇത്തരത്തിലുള്ള നടപടികൾ എടുക്കാൻ പലപ്പോഴും നിർബന്ധിതരാകുന്നത്. ഇപ്പൊ ട്രംപ് വന്നാൽ സിനാരിയോ മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. മാത്രമല്ല ഇസ്രായേൽ ഈ പറയുന്ന അമേരിക്കയിലും ഇപ്പൊ യൂറോപ്യൻ രാജ്യങ്ങളിലും ടെക്നോളജിക്കൽ പരമായിട്ടും ഹ്യൂമൻ റിസോഴ്സ് പരമായിട്ടും ഒക്കെ നൽകിയിരിക്കുന്ന സംഭാവനകൾ പരിഗണിച്ച് അവർക്ക് ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്ത് മതിയാവും. അതുകൊണ്ട് ഇസ്രായേൽ ഇത്രയും ശക്തമായ നിലപാടെടുക്കുന്നതുകൊണ്ട് മറ്റു രാജ്യങ്ങളും മാറുന്ന ഈ സാഹചര്യത്തിൽ ഈ ഇസ്ലാമിക തീവ്രവാദത്തിന് ശക്തമായ നിലപാടെടുക്കാൻ നിർബന്ധിതരാകുന്നു. ഒരുപക്ഷെ ഇസ്രായേൽ ഈ ഭൂമുഖത്ത് നിന്നും തുടച്ചു നീക്കപ്പെട്ട് കഴിഞ്ഞാൽ ഒരു ഇസ്ലാമിക തീവ്രവാദത്തിന്റെ വലിയൊരു പമ്പിങ് പല രാജ്യങ്ങളിലും ശക്തമായിട്ടുള്ള ഒരു സ്വാധീനം ചെലുത്തി പല രാജ്യങ്ങളിലും ഇപ്പൊ റോബിൻ സൂചിപ്പിച്ചതുപോലെ ഭരണപരമായിട്ടുള്ള തലപ്പത്ത് പോലും അത്തരക്കാർ കയറി പറ്റാനുള്ള എല്ലാ സാധ്യത കൂടിയുണ്ട്. മറ്റൊരു കാര്യം കൂടി ഒന്ന് നമുക്ക് അതിന്റെ കൺക്ലൂഷനിലെ പോയിന്റിലേക്ക് നമുക്ക് ചർച്ച ചെയ്യാം. അതായത് ഒരു പക്ഷേ ഇത്തരത്തിലുള്ള ഒരു യുദ്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ ഏതൊക്കെ ഏരിയയിലായിരിക്കും ഒരു വാർ ഫ്രണ്ട് എന്ന് പറയുന്നത് അല്ലെങ്കിൽ യുദ്ധമുഖങ്ങൾ രൂപപ്പെടുക? സ്വാഭാവികമായിട്ടും മധ്യപൂർവേഷ്യയിൽ ഒരു യുദ്ധമുഖം രൂപപ്പെടും, പ്രത്യേകിച്ച് ഇസ്രായേൽ, ഇറാൻ, ആ മധ്യപൂർവേഷ്യയുമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങൾ. മറ്റൊരു കാര്യം, നമ്മുടെ മാതൃരാജ്യമായ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു സിനാരിയോ ഞാൻ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, ഈ പറയുന്നത് പോലെ ഇറാന് പിന്തുണയുമായിട്ട് പാകിസ്ഥാൻ വരാനുള്ള ഒരു സാധ്യതയുണ്ട്. നമ്മുടെ രാജ്യമായ ഇന്ത്യ തീർച്ചയായിട്ടും ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഒരു സിനാരിയോ രൂപപ്പെട്ട് കഴിഞ്ഞാൽ ഈ പറയുന്ന സെക്കൻഡ് വേൾഡ് വാറിലും ഫസ്റ്റ് വേൾഡ് വാറിലും ഒക്കെ നാം കണ്ടതാണ്, ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളാണ് ഈ യുദ്ധമുഖങ്ങൾ രൂപപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്ന രാജ്യമായ ഇന്ത്യ എന്ന നിലയ്ക്ക് ഈ പറയുന്ന ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടൽ വരാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇനി ചൈന ഇറാനെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന ചൈനയും ഇന്ത്യയും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലിലേക്ക് വരാനുള്ള നമുക്ക് അങ്ങനെ വരാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ ഇതുണ്ടാക്കുന്ന ഇമ്പാക്ട് എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു എത്രത്തോളം ഗൗരവമാണ് ഈ ഒരു വിഷയം എന്ന് ചൂണ്ടിക്കാണിക്കാൻ ഞാൻ ഉദാഹരണം ചൂണ്ടിക്കാണിക്കുന്നത്. നമുക്ക് മധ്യപൂർവേഷ്യ നിൽക്കുന്ന വിഷയമില്ല, നമ്മളെ എങ്ങനെ ബാധിക്കും എന്ന് നമ്മൾ ലഘുവായിട്ട് അതിനെ എടുത്തു കഴിഞ്ഞാൽ അത് തീർച്ചയായും നമ്മുടെ ഈ കൊച്ചു കേരളത്തെ പോലും ബാധിക്കാനുള്ള എല്ലാ സാധ്യത കൂടിയുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു സാഹചര്യത്തിലും ഈ പറയുന്ന പോലെ യുദ്ധം ഒന്നിനും പരിഹാരമല്ല, അല്ലെ? അത് പറയുമ്പം നമുക്കൊരു കാര്യം കൂടി ശരിക്കും സൂചിപ്പിക്കേണ്ടതുണ്ട്. ഇന്ന് ശരിക്കും പശ്ചിമേഷ്യയിൽ അവിടെ യുദ്ധസമാനമായ സാഹചര്യം ഉണ്ടെങ്കിലും റഷ്യ ഉക്രൈൻ വാർ നടക്കുന്നുണ്ടെങ്കിലും ഇപ്പോൾ ഏറ്റവും കൂടുതൽ ക്രൈസിസ് നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് ഇന്ത്യൻ മഹാസമുദ്രമാണെന്നുള്ളൊരു വാസ്തവമാണ്. കാരണം എന്ന് വെച്ചാൽ കഴിഞ്ഞ നാറ്റോയുടെ മീറ്റിംഗിൽ അമേരിക്ക പറഞ്ഞു ഞങ്ങളുടെ കോൺസെൻട്രേഷൻ മുഴുവൻ ഞങ്ങൾ ഇനി ഇന്ത്യൻ മഹാസമുദ്ര ഭാഗത്തേക്ക് കൊണ്ടുവരാൻ പോവുകയാണ്. കാരണം ഇതിപ്പോൾ 2 വാർമുഖങ്ങൾ തുറന്നു ഏകദേശം നിൽക്കുന്നു. പക്ഷെ യഥാർത്ഥ വാർമുഖം ഇനിയും തുറന്നിട്ടില്ല. അത് വരുന്നത് ചൈന കടലിലാണ് വരുന്നത്. അവിടെ തായ്വാന്റെ മേഖലയിലാണ് ഏറ്റവും കൂടുതൽ യുദ്ധം നടക്കുന്നുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ സംഘർഷ സാധ്യതയുള്ള മേഖല എന്ന് പറയുന്നത് തായ്വാൻ മേഖലയാണ്. കാരണം ചൈനയുടെ ഒരു സ്ട്രാറ്റജിയുണ്ട്. ചൈന ഇപ്പോൾ ഈ ഏഷ്യൻ ഭാഗത്തുള്ള രാജ്യങ്ങളിൽ മുഴുവൻ ബിസിനസ് മേഖലകൾ പിടിച്ചടക്കിക്കൊണ്ടിരിക്കുന്നു. അതിന്റെ പേരിലാണ് ഇപ്പോൾ അമേരിക്ക ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് അവരുടെ സ്ട്രാറ്റജികളും എല്ലാം മാറ്റിക്കൊണ്ടിരിക്കുന്നത്. അതുകൂടാതെ ആഫ്രിക്കയിലെ മാർക്കറ്റുകൾ ചൈന പിടിച്ചു കഴിഞ്ഞു. അതുകൂടാതെ ചൈന നിവർത്തിയില്ലാത്തത് കൊണ്ട് മാത്രമാണ് അറേബ്യൻ രാജ്യങ്ങൾ ഇന്ന് അമേരിക്കയുടെ കൂടെ നിൽക്കുന്നത്. അവർക്കും ഒരു പരിധി വരെ ചൈനയോടൊരു ചായ്വുണ്ട്. അങ്ങനെ ചൈനയെല്ലാം പിടിച്ചടക്കിക്കൊണ്ടിരിക്കുന്നു. അതുകൂടാതെ തന്നെ അമേരിക്ക ഇടപെട്ടുകൊണ്ടിരുന്ന പല പ്രശ്നങ്ങളിലേക്കും ചൈന ഇടപെട്ടുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒരു സ്ട്രാറ്റജിയിലേക്ക് ചൈന മാറുന്നു. അപ്പോൾ ചൈനയ്ക്ക് എന്താണെങ്കിലും ഇനി മുന്നോട്ട് നീങ്ങണമെങ്കിൽ, ബിസിനസ് പരമായിട്ട് എക്കോണമിക്കലായിട്ട് മുന്നോട്ട് നീങ്ങണമെങ്കിൽ തായ്വാൻ പിടിച്ചടക്കുക എന്നുള്ള അവരെ സംബന്ധിച്ച് വലിയൊരു കാര്യമാണ്. ഇപ്പോൾ തന്നെ ഫിലിപ്പീൻസും ചൈനയും തമ്മിൽ അവിടെ ചൈന കടലിൽ സംഘർഷം നടന്നുകൊണ്ടിരിക്കുന്നു. അമേരിക്ക വലിയ തോതിലുള്ള ആയുധങ്ങൾ ഫിലിപ്പീൻസിൽ കൊണ്ട് സ്ഥാപിക്കുന്നു. ഇങ്ങനെയുള്ള നമ്മളിപ്പോൾ ശരിക്കും ഇവിടെ ഈ വാർസോണിൽ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ അപ്പുറത്ത് മറ്റൊരു കാര്യം വളരെ വലിയ തോതിൽ നടന്നുകൊണ്ടിരിക്കുന്നു. അവിടെയാണ് യഥാർത്ഥ വാർമുഖം തുറക്കാനിരിക്കുന്നത്. അവിടെ വാർമുഖം തുറക്കുന്നതോടെ ഒരുപക്ഷെ 3ാം ലോക മഹായുദ്ധം തുടങ്ങുമെന്ന് തന്നെയാണ് നമുക്ക് തോന്നുന്നത്. ഇവിടെ നമ്മൾ ഈ ഒരു തീവ്രവാദത്തെ അല്ലെങ്കിൽ ഭീകരവാദത്തെ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു പ്രശ്നമായി കാണുമ്പോൾ നമ്മൾ ആ ഒരു കൺസേണിൽ നമ്മൾ ഈ ഹിസ്ബുള്ളയുടെയും അവർ ഹമാസിൻ്റെയും ഹൂത്തികളുടെയും അല്ലെങ്കിൽ ഇറാൻ്റെ ഒരു സപ്പോർട്ടും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഇവിടെ റോബിൻ പറഞ്ഞതുപോലെ ലോക പൊളിറ്റിക്സിൽ ഒരു ഈ പവറിന് വേണ്ടിയുള്ള അല്ലെങ്കിൽ ആരാണ് ഒന്നാമൻ, അങ്ങനെ ആ ഒരു കോൺകസ്റ്റ് അത് വളരെ സിവിയറായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. പറയാൻ കാരണം വെച്ചാൽ ഇപ്പം ശരിക്കും പറഞ്ഞാൽ റഷ്യ ഒരു പല്ലുകൊഴിഞ്ഞ അവസ്ഥയിലേക്ക് മെല്ലെ മെല്ലെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ റഷ്യയുടെ ആ ഒരു അവസ്ഥ മാക്സിമം ചൈന മുതലെടുക്കുകയാണ് ചെയ്തത്. കാരണം വെച്ചാൽ റഷ്യയും അമേരിക്കയും മറ്റു രാജ്യങ്ങളും തമ്മിലുള്ള എല്ലാ പ്രശ്നങ്ങളിലും ചൈനയ്ക്കാണ് ശരിക്കും ഒരു വിജയമുണ്ടാകുന്നത്. നമ്മൾ പറഞ്ഞ ശരിയാണ്. കാരണം വെച്ചാൽ ചൈനയാണ്
നമ്മുടെ സൈനികരമായി നോക്കുകയാണെങ്കിലും സാമ്പത്തികമായി നോക്കുകയാണെങ്കിലും അല്ലെങ്കിൽ രാഷ്ട്രീയമായി നോക്കുകയാണെങ്കിൽ എല്ലാം ചൈനയ്ക്ക് ഒരു വലിയൊരു എന്താ പറയുക ഒരു വിജയവും ഉദയവും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. ഇനി ഞാൻ പറയുകയാണ്, ഇപ്പോൾ നമ്മൾ ഇന്ത്യയെക്കുറിച്ച് ഇവിടെ ജോർജ് പറഞ്ഞു, അത് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഇന്ത്യയുടെ ഇപ്പോഴത്തെ അവസ്ഥ ഒരു പരിധി സേഫാണ്. കാരണം ഇന്ത്യയുടെ ശത്രുവല്ല റഷ്യ, ഇന്ത്യയുടെ ശത്രുവല്ല അമേരിക്ക, അല്ലെങ്കിൽ എന്താ പറയുക ഇസ്രായേലുമായിട്ടോ അല്ലെങ്കിൽ ഈവൻ ഇറാനുമായിട്ടോ എനിക്ക് പ്രശ്നമില്ല. എന്നാൽ ഇന്ത്യക്ക് പ്രശ്നമുള്ള ഒരേ ഒരു രാജ്യം ചൈനയാണ്. അപ്പൊ ശരിക്ക് ഭാവിയിൽ ഈ പറഞ്ഞ പോലെ അടുത്തൊരു യുദ്ധമുഖം തുറക്കുക, അവിടെ ചൈനയുടെ ഒരു എതിരാളിയായി വരുന്നത് ഇന്ത്യ ആയിരിക്കും. അപ്പൊ ശരിക്കും നമ്മൾ ആ ഒരു കാര്യം കൂടെ ശ്രദ്ധിച്ചുകൊണ്ട് വേണം നമ്മൾ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ നമ്മൾ പഠിക്കുവാനും മനസ്സിലാക്കുവാനും നമ്മൾ അതുപോലെ നമ്മൾ മുന്നോട്ട് പോകാനും. ഓക്കെ, കറക്റ്റാണ്. ഏറ്റവും ലാസ്റ്റ് കൺക്ലൂഷനിലേക്ക് വരുമ്പോൾ നമുക്കറിയാം, യുദ്ധം ഒരു സാഹചര്യത്തിലും ഉണ്ടാവാതിരിക്കട്ടെ, അത് തന്നെയാണ് നമ്മുടെ പ്രാർത്ഥന. തീർച്ചയായിട്ടും യുദ്ധത്തിലൂടെ ബാധിക്കപ്പെടുന്നത് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളാണ്. അത് ഏത് യുദ്ധമായിക്കോട്ടെ, റഷ്യ യുക്രൈൻ യുദ്ധമായിക്കോട്ടെ, ഇസ്രായേൽ ഹമാസ് യുദ്ധമായിക്കോട്ടെ. തീർച്ചയായിട്ടും ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിലൊക്കെ ഭീകരവാദികളെ തുടച്ചു നീക്കാൻ സാധിച്ചു, പക്ഷേ അത് സാധാരണക്കാരെയും അത് ഇമ്പാക്ട് ചെയ്തിട്ടുണ്ട്. ഇരു സൈഡിലുള്ള സാധാരണക്കാരെ അത് ഇമ്പാക്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് യുദ്ധം ഒരു സാഹചര്യത്തിലും ഉണ്ടാവാതിരിക്കട്ടെ. ആ സംഘർഷ സാധ്യതകൾ നിലനിൽക്കുന്ന പ്രദേശം കൃത്യമായ ചർച്ചകളിലൂടെ അത് ലഘൂകരിക്കാനുള്ള നടപടികൾ ലോകരാജ്യങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകട്ടെ എന്ന് തീർച്ചയായിട്ടും നമുക്ക് പ്രാർത്ഥിക്കാം. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയുണ്ട്. ഈ സമാധാനകാംക്ഷികളായിട്ടുള്ള രാജ്യങ്ങളല്ല പലപ്പോഴും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് പിന്നിൽ. ഈ പറയുന്ന ഇസ്ലാമിക തീവ്രവാദം തലയ്ക്ക് പിടിച്ച ഇറാനെ പോലുള്ള രാജ്യങ്ങൾ, പാകിസ്ഥാനെ പോലുള്ള രാജ്യങ്ങളാണ്. അവര് എവിടെയെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കുന്നു, പിന്നെ അതൊരു പൊട്ടിത്തെറിയായിട്ട് മാറുന്നു. മറ്റു രാജ്യങ്ങൾ യുദ്ധത്തിലേക്ക് ഇറങ്ങാൻ നിർബന്ധിതരാകുന്നു. അതുകൊണ്ട് തന്നെ ഇസ്ലാമിക തീവ്രവാദം ഈ ലോകത്ത് സൃഷ്ടിക്കുന്ന ഒരു ഇമ്പാക്ട്, അതിന്റെ ഒരു ഭീകരാവസ്ഥ അത് എത്രത്തോളം വലുതാണ് എന്നത് വ്യക്തമാണ് സമീപകാല സാഹചര്യങ്ങളിൽ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. നമുക്ക് ഈ പറയുന്ന ഈ മിഡിൽ ഈസ്റ്റിലൊരു റോബിൻ സൂചിപ്പിച്ച പ്രധാനപ്പെട്ട മിഡിൽ ഈസ്റ്റിലൊരു പൊട്ടിത്തെറി ഉണ്ടായി കഴിഞ്ഞാൽ ബാക്കി സ്ഥലങ്ങളിൽ പൊട്ടിത്തെറിക്കാനിരിക്കുന്ന അഗ്നിപർവ്വതങ്ങളൊക്കെ സ്വാഭാവികമായ ഒരു മാലപ്പടക്കം കണക്കെ പൊട്ടിത്തെറിക്കുക. അത് ചൈനയിലായിക്കോട്ടെ, അല്ലെ തായ്വാൻ കടലിൽ ആയിക്കോട്ടെ, റഷ്യ യുക്രൈൻ മേഖലയിലായിക്കോട്ടെ, ഈ നാറ്റോ രാജ്യങ്ങളുടെ ആ ഒരു യുദ്ധമുഖത്തായിക്കോട്ടെ, എവിടെയൊക്കെ അഗ്നിപർവ്വതം പൊട്ടിത്തെറിക്കാതിരിക്കുന്നുണ്ടോ, മിഡിൽ ഈസ്റ്റിലെ ഒരു പൊട്ടിത്തെറി അതിനെല്ലാം ബാധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ പ്രോഗ്രാമിന്റെ ഒരു കൺക്ലൂഷനിലേക്ക് വരുമ്പോൾ ഞങ്ങളുടെ ഒരു നിലപാട് ഇതാണ്. തീർച്ചയായിട്ടും യുദ്ധ സാഹചര്യങ്ങൾ ഒഴിവാക്കപ്പെടട്ടെ. പക്ഷേ എങ്കിൽ പോലും ഇസ്ലാമിക ഭീകരവാദ ശക്തികൾ നോട്ടമിട്ടിരിക്കുന്ന, അല്ലെങ്കിൽ അവർ കൂട്ടം ചേർന്ന് ആക്രമിക്കാനിരിക്കുന്ന ഇസ്രായേലിന് ഒരു ഉറച്ച പിന്തുണ കൊടുക്കുവാൻ ലോക രാജ്യങ്ങൾ തയ്യാറാകേണ്ടിയിരിക്കുന്നു. അതിന്റെ കാരണം ഈ ഒരു ചർച്ചയിൽ നാം ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. ഇസ്ലാമിക ഭീകരവാദം ലോകത്താകമാനം സൃഷ്ടിക്കുന്ന ഒരു ഇമ്പാക്റ്റ്, അല്ലെങ്കിൽ അതിന്റെ ഒരു ഗുരുതരാവസ്ഥ, അത് യുദ്ധസമാനമായ സാഹചര്യങ്ങളിലേക്ക് മാത്രമല്ല അത് കൊണ്ടുചെന്നെത്തിക്കുന്നത്. യൂറോപ്യൻ രാജ്യങ്ങളിൽ നാം കണ്ടു, ഈ ഇസ്ലാമിക ഭീകരവാദികൾ അല്ലെങ്കിൽ ഇസ്ലാമിക ഭീകരവാദത്തെ താലോലിക്കുന്നവർ ആ രാജ്യങ്ങളിലെ സമാധാന അന്തരീക്ഷത്തെ എത്രത്തോളം ഗുരുതരമായിട്ടാണ് ബാധിക്കുന്നത്. ബ്രിട്ടനിൽ പോലും അല്ലെങ്കിൽ സ്പെയിൻ പോലുള്ള രാജ്യങ്ങളിലൊക്കെ ഒരു സിവിൽ വാർ എന്ന സ്ഥിതിയിലേക്കൊക്കെ ഇത്തരത്തിലുള്ള ഭീകരവാദ സംഘടനകൾ കാര്യങ്ങൾ കൊണ്ടുചെന്ന് എത്തിക്കുന്നു. തീർച്ചയായിട്ടും ഇറാൻ ഇസ്രായേലിനെ ആക്രമിച്ചു കഴിഞ്ഞാൽ ഇസ്രായേലിന് ഉറച്ച പിന്തുണ നൽകുവാൻ ലോക രാജ്യങ്ങൾക്ക് ആകട്ടെ. പക്ഷെ എങ്കിൽ പോലും ഈ യുദ്ധസമാനമായിട്ടുള്ള ഒരു സാഹചര്യങ്ങൾ അത് ഒഴിവാക്കുവാനുള്ള നടപടികൾ ലോകരാജ്യങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകട്ടെ. ഒപ്പം തന്നെ ഇത്തരം യുദ്ധത്തിലേക്ക് ലോകത്തെ തള്ളിവിടുന്ന ഇസ്ലാമിക ഭീകരവാദത്തെ വേരോടെ ലോകത്തിൽ നിന്നും പിഴുതുമാറ്റുവാനുള്ള ആർജവം, ഇച്ഛാശക്തി രാജ്യങ്ങൾ കാണിക്കട്ടെ എന്ന വ്യക്തമായിട്ടുള്ള നിലപാട് പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യുന്നു. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നന്ദി. മറ്റൊരു വിഷയത്തിലെ നിലപാടുമായി വീണ്ടും കാണാം.